ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കണേ. അപ്പുറത്തെ സൈഡിൽ 7 ഗോള് വീതമുള്ള 2 മാച്ചസ് നടന്നുകൊണ്ടിരിക്കുക. അതൊന്നും മൈൻഡ് ആക്കാതെ ഞാൻ ഈ ന്യൂകാസിൽ വേഴ്സസ് ബാർസലോണ മാച്ച് തന്നെ കണ്ടിരുന്നിട്ടോ. കാരണം ഒരു പൊട്ടൻഷ്യൽ ഉള്ള മാച്ചാ, ഹൈ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉള്ള മാച്ച്. പക്ഷെ കളി കഴിഞ്ഞപ്പോൾ 1-1 ബാർസന്റെ ഗോൾ വരാൻ മാച്ചിന്റെ ലാസ്റ്റ് സെക്കൻഡ് വരെ വേണ്ടി വന്നു. അതും ഒരു പെനാൾട്ടി. എന്താ സംഭവം എന്നറിയോ? ഈ ഒരു മാച്ചിന്റെ ആദ്യത്തെ ആ ഒരു 20 മിനിറ്റ് എക്സ്പെഷ്യലി ന്യൂകാസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആ ഒരു എനർജിയൊക്കെ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ന്യൂകാസിൽ ഒരു 2 ഗോളൊക്കെ അടിക്കുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കാരണം ബാർസനെ അവർ കളിപ്പിക്കണില്ല എന്ന് മാത്രമല്ല, എന്തോ ഒരു സ്പെഷ്യൽ എനർജി അവർക്ക് കിട്ടിയ പോലെയാണ് ഓല് കളിച്ചത്. ബാർസന്റെ പ്ലേയേഴ്സ് അങ്ങനെ ഒരു തുടക്കം ഈ ഒരു മാച്ചിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാവും. യമാലിനൊന്നും പന്ത് തന്നെ കിട്ടണില്ലേനു. എക്സ്പെഷ്യലി യമാലിന്റെ വിങ്ങിലുള്ളതാരാ? കറന്റ്ലി നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലൂയിസ് ഹാൾ. ബാർസന്റെ പ്ലേയേഴ്സ് യമാലിന് പന്ത് എത്തിക്കണ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് മാത്രമല്ല, ഇനി യമാലിന് പന്ത് കിട്ടിയാൽ പോലും ലൂയിസ് ഹാൾ ആൻഡ് ന്യൂകാസിലിന്റെ ഡിഫൻസ് ആൻഡ് മിഡ്ഫീൽഡേഴ്സ് ഒരു അത്ര ഈസി ആക്കിയിട്ട് ആളെ കളിപ്പിച്ചിട്ടില്ല. ഐ മീൻ യമാലിനെ പൂട്ടി തന്നെ പറയാം. കോമഡി എന്താന്ന് വെച്ചാൽ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ആവണവരെ ലൂയിസ് ഹാളിനെ യമാൽ ഇല്ലാണ്ടാക്കുന്നുള്ളതായിരുന്നു പൊതുവേ ഉള്ള ഒരു നരേറ്റീവ്. കുറച്ച് ദിവസം മുന്നേ റൊമൻതാദ എന്ന് പറഞ്ഞ് അത്ലറ്റിക്കോ മെഡ്രിഡിനെതിരെ കളിച്ച ഒരു ബാർസലോണ ഉണ്ടേനോ. ആ ഒരു കളിയും ഈ ഒരു കളിയും തമ്മിൽ പ്രത്യേകിച്ചൊരു ബന്ധമൊന്നുമില്ല. അന്ന് ബാർസന്റെ പ്ലേയേഴ്സിനൊക്കെ ഒരു പർപ്പസ് ഉള്ള പോലെ ഒരു കളിച്ചിരുന്നു. പക്ഷേ ഇന്ന് ന്യൂകാസിലാണ് ആ ഒരു മെന്റാലിറ്റിയിൽ കളിച്ചത്. ന്യൂകാസിലിന്റെ 2 വിങ്ങേഴ്സിനും കുറെ നല്ല ചാൻസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറെ നല്ല സിറ്റുവേഷൻസിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ യുണൈറ്റഡിനെതിരെ ആ ഒരു കിഡിലൻ വിന്നിംഗ് ഗോൾ അടിച്ച ഒസൂല, ആൾക്കും നല്ല ചാൻസസ് കിട്ടിയതാ. പക്ഷെ അതൊന്നും ന്യൂകാസിൽ എന്താ പറയുക കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. ആൻഡ് ഫൈനലി 84-ാം മിനിറ്റിൽ റാഷ്ഫോർഡിന്റെ ഒരു ക്രോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറാഹോ ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒപ്പണന്റ് ബോക്സിൽ വരെ എത്തി. ആള് മാക്സിമം ശ്രമിച്ചു ആ ഒരു ബോൾ കണക്ട് ചെയ്യാൻ. അത് കണക്ട് ആയതുമില്ല. അവസാനം ബാർസ കൺസീഡ് ചെയ്ത ഗോളിന്റെ മുഴുവൻ കുറ്റും ഇപ്പോൾ അറാഹോന്റെ പേരിലാട്ടോ. കാരണം അവിടെ കണക്ട് ചെയ്യാൻ പോയിട്ട് തിരിച്ച് ന്യൂകാസിലിന്റെ അറ്റാക്കിന്റെ സമയത്ത് ആളുടെ കറക്റ്റ് പൊസിഷനിൽ എത്തിയില്ല. ആൻഡ് അവിടെയുള്ള ഹാവി ബാൺസ് ആണ് മർഫിന്റെ ക്രോസ് ഈസി ആയിട്ട് ടാപ്പ് ഇൻ ചെയ്ത് ആ ഒരു ഗോൾ നേടിയത്. അരോഹന്റെ പകരം റഫീനിയാണ് അവിടെ ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. അതെല്ലാം കൂടെ കൂട്ടി നോക്കി കുറ്റം പറയാൻ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യാൻ ഒരാളെ കിട്ടണല്ലോ, അതിപ്പോ അരാഹോ ആണ്. കളി ന്യൂകാസിൽ 1-0 ജയിച്ചു ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ആഡഡ് ടൈമും കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഓൾമോയെ ഫൗൾ ചെയ്തതിന് ബാർസക്ക് അനുകൂലമായിട്ടുള്ള ഒരു പെനാൾട്ടി കിട്ടുന്നു. അത്രക്കും പ്രഷറുള്ള ഒരു മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ലമീൻ യമാൽ സ്റ്റെപ്സ് അപ്പ് ആൻഡ് ആൾ ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്തു. എന്തായാലും ഈ ഒരു ലെഗില് ന്യൂകാസിൽ സർപ്രൈസ് മീ. ഞാൻ ബാർസന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷ പോലെയല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ബാർസലോണ ഹാസ് ഗോട്ട് ഇറ്റ്. അവരെന്നെ ആയിരിക്കും അടുത്ത റൗണ്ടിൽ ഉണ്ടാവും കേട്ടോ. ബട്ട് ലെറ്റ്സ് സീ. ബൈ ദുബായ്, നിങ്ങൾ ഇതുവരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിക്കലൊന്നുമില്ല, പറ്റുകയാണെങ്കിൽ ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെക്കുക. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ 3 വിന്നേഴ്സ് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല കേട്ടോ. വേറെ ആരൊക്കെ വെറുതെ മെസ്സേജ് അയച്ചു അവർക്ക് കിട്ടിയെന്നേ പറയുന്നുള്ളൂ. ശരിക്കും കിട്ടിയവരൊക്കെ എവിടെ? അറ്റ്ലാന്റ വേഴ്സസ് ബയൺ മ്യൂണിക് 6-1. സെക്കൻഡ് ലെഗിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ബയണിന് അത്രക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച്. മൈക്കൽ ഒലീസെ 10 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് പെർഫോമൻസ്, 2 ഗോള്, 1 അസിസ്റ്റ്, ചാൻസ് ക്രിയേറ്റ് ചെയ്യുക, ഡ്രിബിൾസ്. നമ്മൾ ലമീൻ യമാലിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ്. മറ്റൊരു ഹൈ സ്കോറിംഗ് മാച്ച്, അത്ലറ്റിക്കോ വേഴ്സസ് ടോട്ടനം. 5-2 കളി അവസാനിച്ചത്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഗോൾ സ്കോറേഴ്സിനെക്കാളും ഒക്കെ ഒരു ഗോൾ കീപ്പറാണ് ട്രെൻഡിങ് ആയത്. അതിന്റെ റീസൺ ആളുടെ ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂല് ഈ ഒരു കീപ്പർ 2 മിസ്റ്റേക്സ് വരുത്തിയത്. അതും ഗോളിൽ കലാശിച്ച ടൈപ്പ് ഓഫ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്സ്. സംഭവം സ്ലിപ്പായതൊക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിടയിൽ വാണ്ടവനും സ്ലിപ്പായി. അങ്ങനെ ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ അത്ലറ്റിക്കോ 3 സിമ്പിൾ ഗോൾസ് തന്നെ അടിച്ചു. 22-കാരനായിട്ടുള്ള കിൻസ്കിയെ സംബന്ധിച്ച് ആള് മറക്കാൻ ആഗ്രഹിക്കുന്ന, ഐ മീൻ അങ്ങനല്ല, നമ്മൾ മൈൻഡിൽ നിന്നാണ് എടുത്ത് കളയാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പെർഫോമൻസും ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. മിസ്റ്റേക്സിന് പുറമെ 17-ാം മിനിറ്റ് ആയപ്പോഴേക്ക് കോച്ച് ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് വരെ ചെയ്തു. വിക്കാരിയോനെ തന്നെ ഇറക്കി. ഒരു കീപ്പറെ സംബന്ധിച്ച് ആളുടെ കോൺഫിഡൻസിനെ 100-ന്ന് 0 അല്ല, നെഗറ്റീവ് ആക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് മൊത്തത്തിൽ നടന്നത്. ഫീൽ ബാഡ് ഫോർ ഹിം. ആളുടെ ഒരു കം ബാക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആൾ റിക്കവർ ആയിട്ട്
ആൾക്ക് ഇനിയും ചാൻസസ് കിട്ടുമെന്നും ആൾ നന്നായിട്ട് കളിക്കുമെന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തൊക്കെയാണേലും അത്ലറ്റിക്കോക്ക് കാര്യങ്ങൾ എളുപ്പമായി. 3 ഗോളിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് സെക്കൻഡ് ലെഗിലേക്ക് പോകുമ്പോൾ. ആൻഡ് ടോട്ടനത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഫോം ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോണില്ല. ആൻഡ് ഫൈനലി ഗലത്തസറെ ഷോക്ക് ലിവർപൂൾ 1-0 ഫസ്റ്റ് ലെഗ് അവരുടെ ഹോമിൽ ഗലത്തസറെ ജയിച്ചിട്ടുണ്ട്. അത്രക്കുള്ളൂ. ബൈ.